യൂസർ ലെവൽ ഹാൻഡ്ലിങ് ചെയ്യുന്ന സംഭവം ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു വ്യൂ ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിൽ ഒന്നാമത് നമുക്ക് ഗ്രൂപ്പ് വേണം. സോ ഞാനിവിടെ പറഞ്ഞു കൊടുക്കുക ഫ്രം django.contrib contrib.auth.models import ഗ്രൂപ്പ് ആണ്. ഫോണൊന്നുകൂടെ നിന്നിരുന്നെങ്കിൽ സുഖമായിരുന്നു. ഒരു സെക്കൻഡ്. auth.models import ഗ്രൂപ്പ് അവിടെ ഇമ്പോർട്ട് ആക്കി വെച്ചു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലിസ്റ്റ് വ്യൂ ആണ് വേണ്ടത്. ലിസ്റ്റ് വ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ഡാറ്റാബേസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പൈത്തൺ manage.py create super user അടിക്കണം. ഓക്കെ, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ models.pyക്കകത്ത് നമ്മൾ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. അതായത് ഡീഫോൾട്ട് വാല്യൂസ് നമ്മൾ കൊടുക്കാന്ന് പറയും. ഓക്കെ, സോ ഇവിടെ ഞാൻ പറയാണ് ബ്ലാങ്ക് ഈക്വൽ ടു ട്രൂ ആണ്, നള്ളും ട്രൂ ആണ്. അതുപോലെ ഞാൻ പറയാണ് ഡീഫോൾട്ട് ഈക്വൽ ടു നൺ ആണ്. ഈ ഒരു 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ എക്സ്ട്രാ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതന്നെ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഇതിനകത്ത് പോസിബിൾ ആണ്. എന്നാലും നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനത് ഒന്നും കൂടെ ഒരു മൈഗ്രേഷൻ അടിക്കുക. manage.py make migrations മൈഗ്രേറ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, നമ്മളുടെ സൂപ്പർ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഞാൻ ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൂപ്പർ യൂസറിനെ അവിടെ കിട്ടി. ഇനി ഞാൻ പൈത്തൺ manage.py run server അടിച്ചു കഴിയുന്ന സമയത്ത് ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ലോഗ് ഔട്ട് ആയി പോകും. അഡ്മിൻ എന്ന് പറഞ്ഞു പറയും, പാസ്വേഡ് നിൽ എന്ന് പറയും, എൻ്റർ അടിക്കും, നമ്മൾ കയറി. ഫൈൻ, അത്രയും. use.py. ഓക്കെ, ഇവിടെ ഞാൻ ഒരു സാധനം കൂടെ വിളിക്കണം. നമ്മൾ ഈ കംപ്ലൈൻസിനകത്ത് കഴിഞ്ഞ ദിവസം വ്യൂസിൽ വന്നിട്ട് ഇയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ട? ഇയാളെപ്പോലെ ഞാൻ ഇവിടെ സെയിം ആളെ വിളിച്ച് വെക്കണം. കാരണം നമുക്ക് യൂസറിനെ ആവശ്യമുണ്ട്. സോ യൂസറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗെറ്റ് യൂസർ മോഡൽ വിളിച്ചു. യൂസർ എന്ന് പറയുന്നത് ഗെറ്റ് യൂസർ മോഡൽ എന്നുള്ള ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു കൊടുത്തു. നമുക്ക് സിമ്പിൾ ആയിട്ട് കൂളായിട്ട് എന്ത് ചെയ്യുന്നത് യൂസറിനെ വിളിക്കാം. ഓക്കെ, സോ നോർമലി നമ്മൾ എങ്ങനെയാണ് ഒരു ലിസ്റ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്യുക നമുക്കറിയാം അല്ലെ? എങ്ങനെയാണ് യൂസേഴ്സ് ഈക്വൽ ടു യൂസർ ഡോട്ട് ഓബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞ് കോൾ ചെയ്തു. താഴെ നമ്മൾ കോണ്ടെക്സ്റ്റ് ഇതിലിപ്പം ഓക്കെ ഫൈൻ. ഇതിൽ ഞാൻ എല്ലാ യൂസറിനെയും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഞാൻ ഇതിനകത്ത് എനിക്ക് അഡ്മിനെ കാണണ്ട ആക്ച്വലി. കാരണം സ്റ്റാഫിനെ സൂപ്പർ യൂസറെ കാണണ്ട, ബാക്കിയുള്ളവരെ മാത്രം കണ്ടാൽ മതി. തൽക്കാലം ഇപ്പം നമുക്ക് സൂപ്പർ യൂസർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഓൾ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്താ? കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ ഫൈൻ. സോ ഞാൻ ആ കോണ്ടെക്സ്റ്റിനെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല. ഞാൻ ഒരു ഡിക്ഷണറി ഇവിടെ തന്നെ കൊടുക്കുകയാണ്. ഡിക്ഷണറിന്റെ കീ എന്ന് പറയുന്നത് യൂസർ ആണ്. കോളൻ വാല്യൂ എന്ന് പറയുന്നത് ഈ യൂസേഴ്സ് ആണ്. കോണ്ടെക്സ്റ്റ് ഇട്ട് കൊടുത്തു. റിട്ടേൺ ചെയ്യുന്നത് ലിസ്റ്റ് യൂസറിലേക്ക്. കൺട്രോൾ എനിക്ക് പിടിച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ ഓപ്പൺ ആയി വന്നു. നമ്മൾ നോർമൽ വേറെ ഏതെങ്കിലും ഒരു HTML എടുക്കാം, ഈ HTML എടുക്കാം. ഇതങ്ങനെ കോപ്പി ചെയ്യുക, ഇതിനകത്തേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് ലിസ്റ്റ് യൂസറിൻ്റെ അകത്ത് അങ്ങനെ പേസ്റ്റ് ചെയ്യുക. ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ HTML അങ്ങ് ഒഴിവാക്കുക. ടൈറ്റിൽ മാറ്റുക, ഓൾ കംപ്ലൈൻസ് അല്ല ഓൾ യൂസേഴ്സ് ആണ്. ഓക്കെ, അതിൻ്റെ ആവശ്യം നമുക്കില്ല.
പിന്നെ ഇവിടെ വന്ന് ഓക്കെ ഫൈൻ, ഞാൻ ഇത് കളയുന്നില്ല ഒരു സെക്കൻഡ്, കാരണം ലിസ്റ്റ് തന്നെയായിരുന്നല്ലോ. ഇവിടെ ഞാൻ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ്, ഈ ഹായ് ഞാൻ ഒഴിവാക്കുകയാണ് മുകളിലേക്ക്, കാരണം ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ അതിൽ മാത്രം ചെറിയ എഡിറ്റിംഗ് നടത്തിയാൽ മതി, വലിയ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഓൾ കംപ്ലൈൻറ്റ് ലിസ്റ്റ് ആണ്, അല്ല ഓൾ യൂസേഴ്സ് ലിസ്റ്റ് ആണ്. ഓൾ യൂസർ ലിസ്റ്റ് ആണ്. ആഡ് യൂസർ ആണ്. ഈ യു ആർ എൽ ഇപ്പോൾ ഇവിടെ ഇല്ല. സോ ഈ യു ആർ എൽ ഞാൻ തൽക്കാലം ഹാഷ് എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ്. ടേബിൾ സ്ട്രൈപ്ഡ് കോളം കസ്റ്റമർ അല്ല യൂസർ അല്ലേ. യൂസറിന്റെ ടേബിളിൽ വേറെ എന്തൊക്കെയാണല്ലേ, നമുക്ക് ടേബിളിൽ വന്ന് നോക്കാം. യൂസറിന്റെ ഗ്രൂപ്പ് എന്താന്നുള്ള കാര്യം നമുക്കറിയണം. ഗ്രൂപ്പിന് മുന്നേ ഇവിടെ നമുക്ക് യൂസർ നെയിം ആണ് വേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് അയാളുടെ ഇമെയിൽ ഐ ഡി കിട്ടണം. ഇമെയിൽ ഐ ക്യാപിറ്റൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് ഗ്രൂപ്പ് വേണം, GROUP ഗ്രൂപ്പ് വേണം. ഇവിടെ ഞാൻ തൽക്കാലം ആക്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്, അതൊന്നും കൊടുക്കുന്നില്ല. ആക്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യം കിടക്കട്ടെ. ആക്ഷൻസ് പറഞ്ഞ് കൊടുക്കുകയാണ്. ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന കീയുടെ വാല്യൂ യൂസർ ആണ്. സോ ഇവിടെ യൂസർ ആണ്. ഫോർ യൂസർ ഇൻ യൂസേഴ്സ് എസ് കൊടുക്കുക, അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. യൂസർ. ഇനി നമുക്ക് ഈ ഒരു യു ആറിൽ നമുക്ക് തൽക്കാലം ഹാഷ് കൊടുക്കാം. hrefനകത്ത് ഹാഷ് കൊടുക്കാം, കാരണം നമുക്ക് അങ്ങനെ ഒരു വാല്യൂ ഇല്ല തന്നെ. ഹാഷ് കൊടുത്തു. ഓക്കെ. ഇനി ഇവിടെ ഫോർ ലൂപ്പ് കൗണ്ടർ ഉണ്ട്. ഇത് കംപ്ലൈൻസ് അല്ല, ഇത് യൂസർ എന്നാണ് വരിക. ഇതൊക്കെ മാറണം. യൂസർ 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 യൂസർ. ഓക്കെ. ഇനി ഈ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് മാറ്റേണ്ടത്. ഓക്കെ. യൂസറിന്റെ യൂസർ നെയിമാണ് നമുക്ക് വേണ്ടത്. സോ യൂസർ ഡോട്ട് കസ്റ്റമറിന്റെ ആവശ്യമില്ല, യൂസർ എന്നുള്ളതിനകത്ത് തന്നെയാണ് യൂസർ നെയിം കിടക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്, യൂസറിന്റെ ഇമെയിൽ ഐ ഡി ആണ്. സോ യൂസറിന്റെ ഇമെയിൽ ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. ഇമെയിലിന്റെ ഫീൽഡിന്റെ പേര് ഇമെയിൽ തന്നെയാണ്. യൂസർ നെയിം ആണ്. ഇതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിരുന്നത്. യൂസർ നെയിം ഇമെയിൽ. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ഗ്രൂപ്പിന്റെ പേരാണ്. ഓക്കെ. സോ ഇവിടെ ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇത് ഞാൻ തൽക്കാലം ഗ്രൂപ്പ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പിന്റെ പേര് വരും. പിന്നെ ആക്ഷൻ നമ്മൾ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. സോ ഞാനിവിടെ കുറച്ച് ഹാഷ് വെറുതെ ഇട്ട് വെക്കാം. കഴിഞ്ഞു. നമുക്കൊന്ന് റിട്ടേൺ എന്താ വരുന്നത് നോക്കാം. ജസ്റ്റ് നമുക്ക് നമ്മളുടെ ബാക്ക് ഓക്കെ അഡ്മിൻ പാസ്വേഡ് അടിച്ച് കയറി യൂസർ ഹാൻഡിലിന് അടിച്ച് അവിടെ വന്നു. ഇമെയിൽ വന്നില്ല, ഗ്രൂപ്പ് വന്നില്ല. ഇമെയിൽ നമ്മൾ കൊടുത്തിട്ടില്ല, ഗ്രൂപ്പും നമ്മൾ ആക്ച്വലി കൊടുത്തിട്ടില്ല. ബിക്കോസ് സൂപ്പർ യൂസർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇതിനകത്തില്ല. ഓക്കെ. ഇനി ഞാനൊരു യൂസറിനെ ഒന്ന് ആഡ് ചെയ്യട്ടെ. നമുക്കിവിടെ ആഡ് യൂസർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ്സും കാര്യങ്ങളും റെൻഡർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമുക്ക് ഇനി അടുത്തത് വേണ്ടത് ആഡ് യൂസർ ആണ്. സോ ആഡ് യൂസറിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ എഴുതണം. അങ്ങനെയല്ലേ ചെയ്യാറ്? നോക്കാം. സോ ഡിഫൈൻ ആഡ് യൂസർ അല്ലെങ്കിൽ ഡിഫൈൻ ക്രിയേറ്റ് യൂസർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ എന്ത് ചെയ്യാം? ഓക്കെ. യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഫോം നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലോ. ആ ഫോമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. സോ ഇവിടെ തൽക്കാലം ഞാൻ ഇത് ചെയ്യുന്നില്ല. അതിന് മുന്നേ എനിക്ക് ആ ഫോം ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടി ഞാൻ forms.py എന്ന് പറഞ്ഞൊരു എന്താ പറയണ ഫയൽ ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ അത് ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, forms.py ഉണ്ടാക്കി. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തേക്ക് നമുക്ക് ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് യൂസറിനെ ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇവിടെ എങ്ങനെയാണോ യൂസറിനെ ഇമ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് യൂസറിനെ ഇമ്പോർട്ട് ചെയ്യണം. ആസ് യൂഷ്വൽ നമ്മൾ ഫോംസ് ഫ്രം Django ഇമ്പോർട്ട് ഫോംസ് യെസ്, ഇമ്പോർട്ട് ഫോംസ്. അതുപോലെ തന്നെ വേറെ എന്താ നമുക്ക് വേണ്ടി വരിക, ഗ്രൂപ്പും കൂടി ഇമ്പോർട്ട് ചെയ്തേക്കാം.
ഗ്രൂപ്പ് നമ്മൾ ഫോംസിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തേക്കാം. ചെയ്ത് വെച്ചു. തൽക്കാലം അത്രയും മതി. നമുക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. യൂസർ ക്രിയേഷൻ ഫോം എന്ന് പറഞ്ഞ ഫോം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, യൂസർ ക്രിയേഷൻ ഫോം എന്ന് പറഞ്ഞ ഫോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ മറ്റേ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണോ ഈ യൂസർ എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടാക്കിയത്, ബിക്കോസ് ഈ ഒരു ഫോം ഓൾറെഡി യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോം ജാങ്കോക്കകത്ത് ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണ് യൂസറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുമുണ്ട്. സോ ആ ഫോമിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. കുറച്ച് മാറ്റങ്ങളോടുകൂടി നമ്മൾ കൊണ്ടുവരേണ്ടതേ ഉള്ളൂ. എന്താണ് മാറ്റങ്ങൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം django.contrib auth.forms import user creation form, change അല്ല creation form എടുത്തു വെച്ചു. സോ നോർമലി ഒരു യൂസർ ക്രിയേഷൻ ഫോമിൽ ജാങ്കോക്കകത്ത് യൂസർ നെയിം പാസ്വേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. സോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കൂടെ കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ forms.py അത് ചെയ്യുന്നത്. അല്ല നമുക്ക് യൂസർ നെയിം പാസ്വേഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രണ്ട് എൻഡിൽ അല്ലാണ്ട് തന്നെ വെറുതെ വ്യൂസിനകത്ത് ഈ ഫോമിനെ വിളിച്ചിട്ട് ഫോം ഈക്വൽ ടു യൂസർ ക്രിയേഷൻ ഫോം എന്ന് കൊടുത്താൽ മതി. സോ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ യൂസർ ക്രിയേഷൻ ഫോം നമ്മൾ കോൾ ചെയ്യാൻ പോവാണ്. യൂസർ ക്രിയേഷൻ, ഓക്കെ, ഇവിടെ രണ്ട് യൂസർ ക്രിയേഷൻ ഫോം ആവണ്ട, യൂസർ ക്രിയേറ്റ് ഫോം എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇവനെ നമുക്ക് ഇതിനകത്ത് കോൾ ചെയ്യാം. ഓക്കെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം ഗ്രൂപ്പ് GROUP, ഗ്രൂപ്പ് ജി വേരിയബിൾ ആണ്, ഗ്രൂപ്പ് ഈക്വൽ ടു ഫോംസ് ഡോട്ട് മോഡൽ ചോയ്സ് ഫീൽഡ്. ഓക്കെ, എവിടുന്നാണ് നമുക്ക് ഗ്രൂപ്പ്സ് വരേണ്ടത്? ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയണേ ക്ലാസ്സിനകത്ത്, ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ് നമുക്ക് വരേണ്ടത്. അതായത് ഈ ഗ്രൂപ്പ്സ് ആണ് നമുക്ക് എന്തായിട്ട് വരേണ്ടത്, ചോയ്സ് ഫീൽഡ് ആയിട്ട് വരേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഓക്കെ, ഇതിനകത്ത് ക്വറി സെറ്റ് ഈക്വൽ ടു ഗ്രൂപ്പ് ഡോട്ട് എല്ലാം വരണം, അറിയാലോ, ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ, എല്ലാ ഗ്രൂപ്പ്സിനെയും ഞാൻ ഇങ്ങോട്ടേക്ക് ക്വറി സെറ്റിലേക്ക് വിളിച്ചു. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഇത് നിർബന്ധമായിട്ടും കൊടുക്കണം അല്ലെ. സോ ഇത് റിക്വയർഡ് ഈക്വൽ ടു ട്രൂ ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു വിജറ്റും കൂടെ പറഞ്ഞു കൊടുത്തേ. ഓക്കെ, പാസ്വേഡ് ഞാൻ കൊടുക്കുന്നില്ല. നമുക്ക് 2 പ്രാവശ്യം പാസ്വേഡ് അടിക്കണം കൺഫർമേഷന് വേണ്ടിയിട്ട്. കാരണം കൺഫേം ചെയ്യണ്ട നമുക്ക് പാസ്വേഡ് സെക്യൂരിറ്റി ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത്. സോ അതിനുവേണ്ടി ഞാൻ പാസ്വേഡ് 1 എന്ന് പറഞ്ഞിട്ടു, അതുപോലെ പാസ്വേഡ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് പറയാം. ഞാൻ ഞങ്ങൾ ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കാം. വിജറ്റ്സ് പിന്നെ നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യം കിട്ടുന്നത് പോലെ ആഡ് ചെയ്തോ. പിന്നെ നമുക്ക് ഡിഫൈൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കാനുണ്ട്. എന്താണ്, ഓൾറെഡി ഉള്ള യൂസർ ആണെങ്കിൽ ആ യൂസറിന് നമുക്ക് സെയിം യൂസർ നെയിം റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്, യൂസർ നെയിം ക്ലെയിം ചെയ്യാന്നുള്ള രീതിയിൽ. സോ യൂസർ നെയിം
ക്ലീൻ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ക്ലീൻ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഇതൊരു മെത്തേഡാണ്, ഫംഗ്ഷൻ അല്ല. സെൽഫ് എപ്പോഴും ക്ലാസ്സിനകത്ത് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ മെത്തേഡ്സ് എഴുതുന്ന സമയത്ത് അത് ആർഗ്യുമെന്റ് എടുക്കുന്നത് സെൽഫ് എന്നുള്ള ആർഗ്യുമെന്റ് എപ്പോഴും എടുക്കും. സോ ഇതിനകത്ത് നമ്മൾ യൂസർ നെയിം ഈക്വൽ ടു സെൽഫ് ഡോട്ട് ക്ലീൻ അണ്ടർസ്കോർ ഡേറ്റ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. എന്താണ് ഗെറ്റ് ചെയ്യേണ്ടത്? ഈ യൂസർ നെയിം എന്നുള്ള വാല്യൂവിനെ ഗെറ്റ് ചെയ്യാം. യൂസർ നെയിം എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വേരിയബിളിനകത്തേക്ക്, ഈ മെത്തേഡിലെ ഈ വേരിയബിളിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. നമുക്ക് ഇഫ് കസ്റ്റം യൂസർ, ഓക്കെ, ഇഫ് യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ യൂസർ നെയിം ഈക്വൽ ടു യൂസർ നെയിം ഡോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ എന്നുള്ള ടേബിൾ, ഓക്കെ, യൂസർ എന്നുള്ള ടേബിളിൻ്റെ അകത്ത് നമ്മൾ യൂസർ നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ മാത്രം എടുത്ത് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇനി അങ്ങനെ ഒരു നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന യൂസർ നെയിം ഓൾറെഡി ഈ യൂസർ നെയിമിനകത്ത് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഇഫ് എന്നുള്ള കണ്ടീഷൻ അവിടെ കൊടുത്തത്. ഓക്കെ, അവിടെ നമ്മൾ കോൾ എടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റേസ് ഫോംസ് ഡോട്ട് വാലിഡേഷൻ എറർ. എന്താ നമുക്ക് കൊടുക്കേണ്ടത്? ഓൾറെഡി ദിസ് യൂസർ നെയിം ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് പറഞ്ഞു കൊടുക്കുക അല്ലെ. സോ ദിസ് യൂസർ നെയിം ഈസ് ഓൾറെഡി ബീൻ ടേക്കൺ എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു കുത്തും ഒരു സ്പേസ് കൊടുത്തിട്ട് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെ ഒരു എറർ നമ്മൾ റേസ് ചെയ്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ റിട്ടേൺ യൂസർ നെയിം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസർ നെയിമിലേക്ക് തന്നെ തിരിച്ചു വരാം, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഈ സാധനം റൺ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോം. ഇതിൽ നമുക്ക് വിജറ്റ്സ് ആഡ് ചെയ്യണം. വിജറ്റ്സ്, ഓക്കെ, ഞാൻ തൽക്കാലം നമ്മളെ ഓക്കെ, ഫോം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വ്യൂസിലേക്ക് വരാം. ഓക്കെ, വ്യൂസ്. ഇനി
ഇവിടെ ഒരിക്കലും നമുക്ക് ആരെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. സൂപ്പർ യൂസറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അല്ലേ? അത് നമ്മൾ എൻഷുർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു സാധനം കൊടുക്കുകയാണ്. യൂസർ ഡോട്ട് ഇസ് അണ്ടർസ്കോർ സൂപ്പർ യൂസർ ഈക്വൽ ടു ഫാൾസ്. ഇതൊരു സെക്യൂരിറ്റി സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരു കാരണവശാലും ഇവർ എന്ത് ചെയ്യാൻ പാടില്ല, സൂപ്പർ യൂസറിനെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. സോ അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഡിസേബിൾ ആക്കി വെച്ചു. സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചു. ഇത് നമുക്ക് വേണ്ടത് ഇതിനൊരു ഗ്രൂപ്പിലേക്കും കൂടെ സേവ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി നമുക്കുണ്ട്. സോ അതിനു വേണ്ടി യൂസർ ഡോട്ട് ഗ്രൂപ്പ്സ്, GROUPS അല്ലെ, ഗ്രൂപ്പ്സ് ഡോട്ട് ആഡ് ഫോം ഡോട്ട് ക്ലീൻ ഡേറ്റ ഓഫ് ഗ്രൂപ്പ്. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇതിൽ വേറെ എന്തോ ചെയ്യാനുണ്ടോ? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജും കൂടെ പാസ് ചെയ്യാം. മെസ്സേജ്. ഓക്കെ, മെസ്സേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. സോ മെസ്സേജ് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രിബ് എന്നാണ് തോന്നുന്നത്. കോൺട്രിബ് ഇമ്പോർട്ട് മെസ്സേജസ്. യെസ്, മെസ്സേജ് ഇമ്പോർട്ട് ചെയ്തു. ഇനി മെസ്സേജസ് ഡോട്ട് എന്താ മെസ്സേജ് കൊടുക്കുക നമുക്ക്? എന്താണെങ്കിൽ സക്സസ് ആണെങ്കിൽ മെസ്സേജ് കൊടുക്കണം. എന്താ മെസ്സേജ് കൊടുക്കണ്ടേ? ഒരു റിക്വസ്റ്റ് എടുക്കും പറഞ്ഞ പോലെ, റിക്വസ്റ്റ് കോമ ഇനി നമ്മൾ മെസ്സേജ് പറഞ്ഞു കൊടുക്കുക. ക്രിയേറ്റഡ് എന്ത് യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, എക്സ്ക്ലമേഷൻ കൂടെ കൊടുത്തേക്കാം. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് റിട്ടേൺ റെൻഡർ ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
ഗ്രൂപ്പ് ഇവിടെ കാണിക്കില്ല, ഇമെയിൽ കാണിക്കുന്നുണ്ട്. സോ ഗ്രൂപ്പിന്റെ അവിടെ നമുക്ക് എന്താണെന്നുള്ളത് അത് ഫിക്സ് ചെയ്യണം. സോ ആഡ് യൂസറിൽ വന്നു, സോറി, ലിസ്റ്റ് യൂസറിൽ വന്നു. നമുക്ക് തൽക്കാലം ബാക്കിയെല്ലാം കളയാം, കാരണം ഫോം വർക്കിംഗ് പ്രോപ്പർലി ആണ്. ലിസ്റ്റ് യൂസറും വ്യൂസും ആണ് നമുക്കിനി അറിയേണ്ടത്. ഈ ഒരു വ്യൂവും ഈ ഒരു സാധനം. ഓക്കെ, നോക്കാം. സ്റ്റാഫ് ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് അസൈൻ ആയിട്ടുണ്ട്. ഇനി കോഡിൽ എന്താണ് ഇഷ്യൂ എന്നുള്ളത് അടുത്ത് നോക്കാൻ പോണേ. വേണ്ടിയിട്ട് ഗ്രൂപ്പിനെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മൾ ഡോട്ട് പ്രീ ഫെസ്റ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെത്തേഡ് ആഡ് ചെയ്യാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഗ്രൂപ്പ്സ് ഇങ്ങനെ കൊടുക്കുകയാണ്, കോഡ്സിൽ കൊടുക്കുകയാണ്. സോ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഗ്രൂപ്പിൽ പരിപാടികൾ എക്സ്ട്രാ കാണിക്കണം. അത് ഫോർ ലൂപ്പ് നമ്മൾ ഇട്ട് വെക്കണം. ഓക്കെ, ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫോർ ഗ്രൂപ്പ്സ് എൻ്റെ ഇവിടെ ഇൻ ഗ്രൂപ്പ്സ് GROUPS ഡോട്ട് ഓൾ അല്ല യൂസർ ഡോട്ട് ഗ്രൂപ്പ്സ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. താഴെ നമ്മൾ ഗ്രൂപ്പിന്റെ പേര് GROUP ഡോട്ട് നെയിം. സ്റ്റാഫിന് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇവിടെ ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്യൂസിനകത്തേക്ക് വന്നു. ഇവിടെ നമ്മൾ നേരത്തെ ഒബ്ജക്ട്സ് മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ യൂസേഴ്സ് മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ യൂസർ എന്ന് പറഞ്ഞ ടേബിളിലുള്ള ഒരു ഡേറ്റ അല്ല നമ്മളെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ. പക്ഷേ അതുമായിട്ട് റിലേഷൻ ഉണ്ട്. എവിടെ റിലേഷൻ ഉള്ളത്? ഇവിടെ റിലേഷൻ ഉള്ളത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ വിളിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് പ്രീഫെച്ച് റിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ഗ്രൂപ്പാണ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി അതിനങ്ങനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. സോ അതിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റിലേക്ക് സ്റ്റോർ ചെയ്താണ് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഗ്രൂപ്പിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത സ്ഥിതിക്ക് നേരെ നമ്മൾ തിരിച്ച് ലിസ്റ്റ് യൂസറിലേക്ക് വന്നു. ലിസ്റ്റ് യൂസറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫോർ ഗ്രൂപ്പ് ഇൻ യൂസേഴ്സ് ഡോട്ട് ഗ്രൂപ്പ്സ് ഡോട്ട് ഓൾ. അപ്പം നമ്മൾ ഇപ്പോൾ എസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ എസ് ആക്കിയാൽ മതി, ഒരു പ്രശ്നമില്ല. GROUP ഓക്കെ, ഇവിടെ നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം, അവിടെ തന്നെ ഉണ്ട്. സോ ഈ ഗ്രൂപ്പ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഇത് മാറരുത്. ഈ പേര് വരുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, സോ യൂസറിന്റെ എല്ലാ ഗ്രൂപ്പ്സിനെയും നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ഈ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് പിന്നെ ഇവിടെ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ പേര് വിളിച്ചു. പേര് വിളിച്ച സമയത്ത് ഗ്രൂപ്പിന്റെ നെയിം എന്താന്ന് വെച്ചാൽ അതിവിടെ പ്രിന്റ് ആയിട്ട് വന്നു. അത് വേറൊരു ഫോർ ലൂപ്പിലാണ് നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾ ഫോർ ലൂപ്പിനകത്ത് അടുത്ത ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചത് പ്രകാരം അറ്റ് എ ടൈം ഒരൊറ്റ എന്താ പറയണേ ഇത് നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. എന്താ പറയണേ, നമ്മളുടെ ഗ്രൂപ്പെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ ഒരു സെക്ഷൻ, ഈ സർവീസ് സെന്റർ അഡ്രസ് ടൈപ്പ്, ഈ ഒരു 3 സാധനങ്ങൾ കൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് നമ്മൾ സർവീസ് സെന്റർ കൊടുക്കുമ്പോൾ മാത്രമേ ഈ 3 സാധനങ്ങൾ വരാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ കോഡാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ 3 സാധനങ്ങൾ പോയിക്കോളും. സോ അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ആഡ് യൂസർ, ഇവിടെയാണ് നമ്മൾ ആ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. നമ്മളൊരു സ്ക്രിപ്റ്റ് ടാഗ് ഉണ്ട് ഇതിനകത്ത്, നോക്കട്ടെ. base.html, താഴെ നമ്മൾ കണ്ടന്റ് മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് അഡീഷണൽ സ്ക്രിപ്റ്റ്സ് വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് ആഡ് ചെയ്യുക. സോ ഞാൻ എൻഡ് ബ്ലോക്ക് അല്ല, ബ്ലോക്ക് ഇതിൽ ഞാൻ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ഇട്ട് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഇതെനിക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ലിസ്റ്റ് യൂസർ, ആഡ് യൂസർ, ലിസ്റ്റ് യൂസർ വേണ്ട, ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ട് സ്ക്രിപ്റ്റ്സിൻ്റെ ഉള്ളിൽ എനിക്ക് സ്ക്രിപ്റ്റ് ടാഗിനകത്ത് എന്ത് ചെയ്ത് വെക്കാം, എൻ്റെ സ്ക്രിപ്റ്റ്സ് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. സോ
ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തില്ല, ഇവിടെ താഴെ ഫീൽഡ്സ് കാണാനില്ല. ഫോൺ നമ്പർ 1, ഫോൺ നമ്പർ 2 വരെയുള്ളൂ. പാസ്വേഡ് കൺഫർമേഷൻസ് മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പ് ഞാൻ സർവീസ് സെന്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പ്സ് താഴേക്ക് ഇവിടെ സർവീസ് സെന്ററിന്റെ കാര്യങ്ങൾ ലോഡ് ആയിട്ടുണ്ട്. തിരിച്ച് ഞാൻ സ്റ്റാഫ് ആക്കുന്ന സമയത്ത് അത് പോയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സോ ആ സംഭവങ്ങൾ അവിടെ ഓക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത്, സോ യാ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി തോന്നുന്നു. ഇന്നിപ്പോൾ കുറേ ആയി തോന്നുന്നുണ്ട് അല്ലേ?